നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസമാണ് തിരുവനന്തപുരം കോർപ്പറേഷനിലെ തിരുമല വാർഡ് കൗൺസിലറായിട്ടുള്ള തിരുമല അനിൽ ആത്മഹത്യ ചെയ്തത്. ഇപ്പോഴും അദ്ദേഹത്തിന്റെ മരണവുമായി ബന്ധപ്പെട്ട് എന്താണ് ഇത്തരത്തിലൊരു കാരണം അദ്ദേഹത്തിനെ നയിച്ചിരിക്കുന്നത് എന്നുള്ളതിനെ ചൊല്ലി വലിയ വിവാദങ്ങളും വിമർശനങ്ങളും ഉയരുന്ന ഒരു ഘട്ടം കൂടിയാണ്. ഏതായാലും ആർക്കും തന്നെ ഒരു പരാതിയില്ലാത്ത, എപ്പോഴും വളരെ ചിരിച്ച മുഖത്തോടു കൂടി കാണുന്ന, എല്ലാ പരിപാടികളിലും വളരെ തന്റെ സാന്നിധ്യം അറിയിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ മരണം അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകർക്കടക്കം വലിയൊരു ഞെട്ടലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഏതായാലും ഇപ്പോഴും എന്താണ് മരണത്തിനുള്ള കാരണമെന്നറിയില്ല. അദ്ദേഹത്തിന് കൃത്യമായിട്ട് അദ്ദേഹം ആത്മഹത്യ കുറിപ്പും എഴുതി വെച്ചതിന് ശേഷമാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. ഏതായാലും ഇപ്പോൾ മറ്റൊരു വാർത്ത, അദ്ദേഹത്തിന്റെ മരണാനന്തര ചടങ്ങുകൾ മരിച്ചു കഴിഞ്ഞിട്ട് പോലും ഒരാളെ ഒരു തരത്തിലും ബുദ്ധിമുട്ടിക്കരുത് എന്ന് കരുതിയായിരിക്കണം അദ്ദേഹത്തിന്റെ സംസ്കാരത്തിനുള്ള 10,000 രൂപ വരെ അദ്ദേഹം ഒരു കവറിൽ സൂക്ഷിച്ചിരുന്നു. ഒരു തരത്തിലും ഒരു രൂപ പോലും ആരുടെ അടുത്ത് നിന്നും, ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കും മക്കൾക്കോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്തിട്ടുള്ള ആളുകൾക്കോ പോലും അദ്ദേഹത്തിന്റെ മരണാനന്തര ചടങ്ങ് നടത്താൻ പോലും ഒരാളുടെ അടുത്ത് പോയിട്ടും അപേക്ഷിക്കേണ്ട ഒരവസ്ഥ ഉണ്ടാകരുത് എന്ന് ചിന്തിച്ചുകൊണ്ട് തന്നെയായിരിക്കാം അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകൾ നടത്താനുള്ള 10,000 രൂപ അദ്ദേഹം കവറിൽ സൂക്ഷിച്ചിരുന്നത്. തിരുമല ജംഗ്ഷനിലുള്ള ഓഫീസിലാണ് കഴിഞ്ഞ ദിവസം അനിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. പൊതുദർശനത്തിനിടെ സഹപ്രവർത്തകരിൽ പലരും പൊട്ടിക്കരഞ്ഞു. ഒറ്റപ്പെട്ടു പോയെന്നും കുടുംബത്തെ വേട്ടയാടരുതെന്നും അനിൽ ആത്മഹത്യക്കുറിപ്പിൽ എഴുതിയിരുന്നു. 58 വയസ്സായിരുന്നു അദ്ദേഹത്തിന് പ്രായം. അതായത് ഇനിയും അദ്ദേഹം ഒരുപക്ഷെ മരിച്ചു കഴിഞ്ഞാലും വീണ്ടും തന്റെ കുടുംബത്തെ വേട്ടയാടാനുള്ള, അതിപ്പോൾ എന്ത് കാരണം കൊണ്ടാണ് എന്നുള്ളതിലൊക്കെ ഇനി വ്യക്തത വരേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ കുടുംബത്തെ വേട്ടയാടരുതെന്ന് അദ്ദേഹം കൃത്യമായിട്ട് തന്റെ ആത്മഹത്യക്കുറിപ്പിൽ എഴുതി വെച്ചതിന് ശേഷമാണ് മരിച്ചിരിക്കുന്നത്. ഇനി ആരാണ് ഇദ്ദേഹത്തെ വേട്ടയാടുന്നത്, അല്ലെങ്കിൽ അതൊരു പാർട്ടിയാണോ അല്ലെങ്കിൽ കുറച്ച് ആളുകളാണോ അദ്ദേഹത്തെ വേട്ടയാടിക്കൊണ്ടിരുന്നിരുന്നത് എന്നുള്ളതിനൊക്കെ ഇനി കൂടുതൽ ഉത്തരങ്ങൾ ലഭിക്കേണ്ടിയിരിക്കുന്നു. ആത്മഹത്യക്കുറിപ്പിൽ ആരുടെയും പേര് പറയുന്നില്ല. കഴിഞ്ഞ ദിവസം 8:30 തിരുമല ജംഗ്ഷനിലുള്ള വാർഡ് കമ്മിറ്റി ഓഫീസിൽ അനിൽ എത്തിയത്. പിന്നീട് 10-നാണ് മരണവിവരം പുറത്തറിഞ്ഞത്. വലിയശാലയിൽ അനിൽ പ്രസിഡന്റായി പ്രവർത്തിക്കുന്ന ജില്ലാ ഫാം ടൂർ സഹകരണ സംഘം സാമ്പത്തിക പ്രതിസന്ധിയിലായതിനെ തുടർന്ന് അദ്ദേഹം മാസങ്ങളായി കടുത്ത മാനസിക സംഘർഷത്തിലായിരുന്നതായി ബന്ധുക്കൾ പറഞ്ഞു. വായ്പ എടുത്തവർ തിരിച്ചടയ്ക്കാതെ വന്നതോടെയാണ് തിരുവനന്തപുരം സഹകരണ സംഘം തകർച്ചയിലേക്ക് നീങ്ങിയതെന്നാണ് സൂചന. 10 വർഷം മുമ്പാണ് വലിയശാലയിൽ സംഘം പ്രവർത്തനം ആരംഭിച്ചത്. അതിനിടെ പലിശയ്ക്ക് പണം കടം വാങ്ങി അനിൽ ചിലരുടെ നിക്ഷേപം തിരികെ നൽകിയതായും സൂചനയുണ്ട്. ഉച്ചയ്ക്ക് 1-ന് തൈക്കാട് ശാന്തി കവാടത്തിലായിരുന്നു അനിലിന്റെ സംസ്കാരം നടക്കുന്നത്. വളരെ ജനകീയനായ നേതാവായിരുന്നു അദ്ദേഹം, തിരുമല കൗൺസിലർ. അദ്ദേഹം പല ആളുകൾക്കും, അദ്ദേഹത്തിന്റെ വാർഡിലുള്ള ആളുകൾക്കൊക്കെ തന്നെ എന്ത് സഹായം വേണ്ടി വന്നാലും അവിടെയൊക്കെ തന്നെ ഓടിയെത്തുകയും ചെയ്യുമായിരുന്നു. BJPയെ വളർത്തുന്നതിൽ നിർണായക പങ്ക് വഹിച്ച ഒരു വ്യക്തിയായിരുന്നു. ആരെല്ലാമോ ചേർന്ന് തന്നെ ചതിച്ചു എന്ന് സൂചിപ്പിക്കുന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ആത്മഹത്യക്കുറിപ്പ്. ഞാൻ എല്ലാവരെയും സഹായിച്ചു, പ്രതിസന്ധി വന്നപ്പോൾ ഒറ്റപ്പെട്ടു എന്നായിരുന്നു അദ്ദേഹം ആത്മഹത്യക്കുറിപ്പിൽ എഴുതിയിട്ടുള്ള വരികൾ. താൻ ആത്മഹത്യ ചെയ്യുമ്പോൾ പണത്തിനായി ആരും കഷ്ടപ്പെടരുത് എന്ന് കരുതി മരണാനന്തര ചടങ്ങിനുള്ള തുക കവറിനകത്തിട്ട് ഓഫീസ് മുറിയിലും വെച്ചിരുന്നു. ഈ പണം മരണാനന്തര ചടങ്ങിനുള്ളതാണെന്ന് കുറിപ്പിൽ രേഖപ്പെടുത്തിയിരുന്നു. അവസാനമായി എഴുതിയ കുറിപ്പിൽ സഹായിച്ച എല്ലാവർക്കും നന്ദിയും പറയുന്നുണ്ട്. വലിയശാല ഫാം ടൂർ സഹകരണ സംഘത്തിന് 6 കോടിയോളം രൂപയുടെ ബാധ്യതയുണ്ട്. 11 കോടിയുടെ ആസ്തിയുണ്ട്. അത് പിരിച്ച് നിക്ഷേപകർക്ക് കൊടുക്കണം. ഇതിന്റെ പേരിൽ കുടുംബത്തെ ഒറ്റപ്പെടുത്തരുത്. ഞാനും കുടുംബവും ഒരു പൈസ പോലും എടുത്തിട്ടില്ലെന്നും അനിൽ എഴുതിയിട്ടുണ്ട്. പണം ആവശ്യപ്പെട്ടെത്തിയ നിക്ഷേപകർക്ക് പണം പിരിച്ചു തിരികെ നൽകാൻ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അനിൽ ശ്രമിക്കുന്നുണ്ടായിരുന്നെന്നും അടുപ്പമുള്ളവർ പറഞ്ഞു. വായ്പ എടുത്തവർ കൃത്യമായി തിരിച്ചടയ്ക്കാത്തതാണ് സംഘത്തെ ബാധിച്ചത്. വായ്പ കുടിശ്ശികയടക്കം പിരിച്ചെടുക്കാൻ തീവ്ര ശ്രമം നടത്തിയെങ്കിലും സാധിച്ചില്ല. വ്യക്തിപരമായ ബന്ധമുള്ളവരടക്കം സംഘത്തിൽ നിക്ഷേപം നടത്തിയിരുന്നു. ഇവർക്ക് അത്യാവശ്യത്തിന് പണം നൽകാനാവാത്തതാണ് അനിലിനെ കൂടുതൽ മാനസിക സംഘർഷത്തിലാക്കിയത്. സംഘത്തിലെ സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമാണെന്നും ആത്മഹത്യ ചെയ്യുമെന്നും അടുത്ത ആളുകളോടും അനിൽ പറഞ്ഞിരുന്നതായി പോലീസ് പറഞ്ഞു. ശനിയാഴ്ച രാവിലെ തന്നെ അനിൽകുമാർ ഓഫീസിലെത്തിയിരുന്നു. രാവിലെ ക്ഷേത്ര ദർശനം നടത്തിയാണ് ഓഫീസിലേക്ക് പോയത്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി മാനസികമായും ശാരീരികമായും തളർന്ന അവസ്ഥയിലായിരുന്നു അനിലെന്നും സഹപ്രവർത്തകർ പറയുന്നു. സൗമ്യമായ പെരുമാറ്റവും സ്നേഹത്തോടെയുള്ള ഇടപെടൽ കൊണ്ടും മറ്റു രാഷ്ട്രീയ പാർട്ടിക്കാർക്ക് പോലും സമ്മതനായ നേതാവായിരുന്നു തിരുമല അനിൽ. കോർപ്പറേഷൻ കൗൺസിൽ യോഗങ്ങളിൽ വിഷയങ്ങൾ പഠിച്ച് മൂർച്ചയോടെ അവതരിപ്പിക്കുമ്പോഴും വ്യക്തിപരമായ പരാമർശങ്ങൾ അനിലിന്റെ ഭാഗത്തു നിന്ന് ഒരിക്കലും ഉണ്ടാകാറില്ല. സംസാരിക്കുന്ന വിഷയത്തെക്കുറിച്ച് നോട്ട്ബുക്കിൽ രേഖപ്പെടുത്തിയാണ് അനിൽ വരാറുള്ളത്.
കോർപ്പറേഷൻ ഭരണത്തെ പിടിച്ചുകുലുക്കുന്ന പല വിഷയങ്ങളും കൗൺസിൽ യോഗങ്ങളിൽ കൊണ്ടുവന്നിട്ടുള്ളതും അനിലാണ്. ഈ ശക്തമായ ഇടപെടലാണ് വളരെ കുറഞ്ഞ കാലയളവ് കൊണ്ട് BJPയുടെ നഗരത്തിലെ മുഖമായി അനിലിനെ മാറ്റിയത്. ആദ്യം തൃക്കണ്ണാപുരം വാർഡിൽ കൗൺസിലറായിരുന്ന അനിൽകുമാർ കഴിഞ്ഞ തവണ തിരുമല വാർഡിലേക്ക് മാറുകയായിരുന്നു. CPMന്റെ ശക്തനായ നേതാവായ ശിവജിയെ 382 വോട്ടിനാണ് പരാജയപ്പെടുത്തിയത്. ഹിന്ദു ഐക്യവേദി നേതാവായിരുന്ന അനിലിനെ BJP 2015 തിരഞ്ഞെടുപ്പിലേക്ക് ഇറക്കാനുള്ള കാരണവും കക്ഷി രാഷ്ട്രീയ ഭേദം കൂടാതെയുള്ള ബന്ധങ്ങളും പൊതുസമ്മതിയുമായിരുന്നു. BJP നേമം മണ്ഡലം പ്രസിഡന്റ് ആയിരിക്കുമ്പോഴും സംഘപരിവാർ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിരിക്കുമ്പോഴും താഴെത്തട്ടിലുള്ള പ്രവർത്തകരുമായി നല്ല ബന്ധം കാത്തുസൂക്ഷിച്ചിരുന്നെന്ന് സഹപ്രവർത്തകർ പറയുന്നു. കൗൺസിലർ ആയിരിക്കുമ്പോൾ തിരുമല തൃക്കണ്ണപുരം റോഡ് വികസനത്തിനും തിരുമല വില്ലേജ് ഓഫീസിന്റെ പുതിയ കെട്ടിടത്തിനുമായും പരിശ്രമിച്ചിരുന്നു. തൃക്കണ്ണാപുരം റോഡ് വികസനം വൈകുന്നതിൽ പ്രതിഷേധിച്ച് മുൻപ് വിവിധ റെസിഡൻസ് അസോസിയേഷനുകളെ സംഘടിപ്പിച്ച് നടത്തിയ പ്രതിഷേധ സമരങ്ങളും ശ്രദ്ധേയമായിരുന്നു. ഏതായാലും അനിലിന്റെ സംസ്കാരം ഇന്ന് നടക്കും. BJP ജില്ലാ കമ്മിറ്റി ഓഫീസിലും തിരുമലയിലും പൊതുദർശനത്തിന് ശേഷമാണ് വീട്ടിലേക്ക് മൃതദേഹം കൊണ്ടുപോകുന്നത്. ഉച്ചയ്ക്ക് ശേഷമായിരിക്കും ശാന്തി കവാടത്തിൽ സംസ്കാരം നടക്കുക എന്നും അറിയിച്ചിട്ടുണ്ട്. അസ്വാഭാവിക മരണത്തിന് കേസ് രജിസ്റ്റർ ചെയ്ത പോലീസ് അന്വേഷണം നടത്തിവരികയാണ്. CPMന്റെ ഗൂഢാലോചനയുടെ ഭാഗമായി പോലീസ് ഭീഷണിപ്പെടുത്തിയതാണ് ആത്മഹത്യക്ക് കാരണമെന്നും BJP ആരോപിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഭാര്യ അധ്യാപികയാണ്, 2 മക്കളാണ് അദ്ദേഹത്തിനുള്ളത്. അതേസമയം തന്നെ നഗരസഭ കൗൺസിലർ BJP ജില്ലാ ജനറൽ സെക്രട്ടറിയുമായിരുന്ന തിരുമല അനിൽകുമാറിന്റെ മരണത്തിന് പിന്നിൽ CPM പോലീസ് ഗൂഢാലോചനയാണെന്ന് BJP തിരുവനന്തപുരം സിറ്റി ജില്ലാ പ്രസിഡന്റ് കരമന ജയനാണ് ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത്. കേരളത്തിലെ ക്രിമിനൽ പോലീസിന്റെ ഭീകരതയുടെ അവസാന ഇരയാണ് അനിൽകുമാർ. ലക്ഷങ്ങൾ ഇന്ന് എത്തിച്ചില്ലെങ്കിൽ വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്യും എന്നതടക്കമുള്ള തമ്പാനൂർ പോലീസിന്റെ ഭീഷണിയാണ് അനിൽകുമാർ ആത്മഹത്യ ചെയ്യാൻ കാരണം. ഇന്ന് രാവിലെയും പണം എത്തിക്കണമെന്നാവശ്യപ്പെട്ട് പോലീസ് ഭീഷണിപ്പെടുത്തിയിരുന്നതായും കുറ്റക്കാരായ പോലീസുകാർക്കെതിരെ എത്രയും വേഗം നടപടിയെടുക്കണമെന്നും കരമന ജയൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. എല്ലാ ഓഡിറ്റുകളും ഭംഗിയായി നിർവഹിച്ച് ഒരു പരാതി പോലുമില്ലാതെ മാന്യമായ പൊതുപ്രവർത്തനം നടത്തിവന്ന അനിൽകുമാറിനെ തമ്പാനൂർ പോലീസ് നിരന്തരം ഭീഷണിപ്പെടുത്തിയിരുന്നതായുള്ള വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഇന്ന് സ്റ്റേഷനിൽ ഹാജരാവണമെന്നും ഇല്ലെങ്കിൽ വീട്ടിൽ കയറി ഉപദ്രവിക്കുമെന്നും പോലീസ് അനിലിനെ ഭീഷണിപ്പെടുത്തിയിരുന്നു. തന്റെ സൽപ്പേരിന് കളങ്കമുണ്ടാകുമെന്ന ഭയത്തിലാണ് അനിൽകുമാർ ആത്മഹത്യ ചെയ്തത്. ക്രിമിനൽ പോലീസിന്റെ നിയമവിരുദ്ധ നടപടികളാണ് അദ്ദേഹത്തിന്റെ ജീവൻ നഷ്ടമാക്കിയത്. പോലീസിനൊപ്പം CPM നേതൃത്വവും ഇതിന് പിന്നിലുണ്ട്. കഴിഞ്ഞ 10 വർഷമായി നഗരസഭയിലെ CPMന്റെ അഴിമതി ഭരണത്തിനെതിരെ നിരന്തരം പ്രതിഷേധിച്ച BJPയുടെ നഗരസഭ ഉപനേതാവ് കൂടിയായിരുന്നു അനിൽകുമാർ. അനിൽകുമാറിന്റെ മരണത്തിന് പിന്നാലെ പ്രചരിച്ച വ്യാജ വാർത്തകൾക്ക് പിന്നിൽ CPM ആണ്. അനിൽകുമാറിനെ നിരന്തരം ഭീഷണിപ്പെടുത്തിയ പോലീസുകാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് 22-ന്, അതായത് നാളെ രാവിലെ BJP ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തമ്പാനൂർ പോലീസ് സ്റ്റേഷനിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തുമെന്നും കരമന ജയൻ അറിയിച്ചിട്ടുണ്ട്. ഏതായാലും മറ്റെന്തെങ്കിലും കാരണങ്ങൾ മരണത്തിന് പിന്നിലുണ്ടോ എന്നുള്ളതടക്കം പോലീസ് വിശദമായി തന്നെ അന്വേഷിച്ചു വരികയാണ്.